ഹലോ ഡിയേഴ്സ്, ന്യൂ ഇയറൊക്കെ ആവാൻ പോകുമല്ലേ. നമുക്ക് എല്ലാ ന്യൂ ഇയറിനും നമ്മൾ പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർ ഓരോ വർഷവും നമ്മൾ ഇന്നത് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ മുന്നേ എടുത്ത് വയ്ക്കും. പക്ഷേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ എല്ലാ വർഷവും നമ്മളിങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഈ വർഷം മുതലും പുതിയ പുതിയ തീരുമാനങ്ങൾ നമ്മുടെ നോർമൽ ലൈഫിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഞാനും വിചാരിച്ചു പുതിയ പുതിയ തീരുമാനങ്ങൾ ലൈഫിൽ ഒത്തിരി ചേഞ്ച് വേണം. എന്നും ജീവിച്ച് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ജീവിച്ച് പോകുന്നത്, വേറെ മാറ്റമൊന്നുമില്ല നമ്മുടെ ലൈഫിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് നല്ലതല്ലേ. അപ്പോൾ ചില തീരുമാനങ്ങൾ ഞാനും ഈ വർഷം ഫോളോ ചെയ്യണം എന്നും പറഞ്ഞ് തീരുമാനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല, പക്ഷേ അത് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. പുതിയ ലൈഫ് അല്ലേ, പുതിയ വർഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയ ലൈഫായിട്ട് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്? എന്തായാലും നമ്മുടെ മനസ്സിലൊരു കണക്ക് കൂട്ടലുകൾ കാണുമല്ലോ, നമുക്ക് ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ മുന്നോട്ട് പോകണമെന്നൊക്കെ. അതുപോലെ ഞാനൊരു ചിട്ടയായിട്ടുള്ളൊരു ലൈഫ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ലൈഫിൽ വാലാകോല എന്നും പറഞ്ഞ് എങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇനി അങ്ങനെയല്ല കേട്ടോ. ഒത്തിരി എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ചെറിയ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സാധ്യമാകുന്നില്ല. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒത്തിരി കണക്കൂട്ടലുകൾ എൻ്റെ മനസ്സിലുണ്ട്, ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ ഇതൊന്നുമല്ല നടക്കുന്നത്. ഞാനങ്ങ് ചില സമയത്ത് എൻ്റെ മടിയായിരിക്കാം, അലസതയായിരിക്കാം, അതുകൊണ്ടൊക്കെ നമ്മുടെ ലൈഫ് ഒത്തിരി ഒരു ചിട്ടയില്ലാത്തൊരു ലൈഫ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രമപ്പെടുത്താമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ചിട്ട് ഇന്നതൊക്കെ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇന്നത് ചെയ്യണമെന്നൊക്കെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ബുക്കിലെല്ലാം പേപ്പറിലെല്ലാം കുറിച്ച് വെച്ചിട്ട് നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പുതിയ വർഷം പുതിയതുപോലെ തുടക്കം നന്നായിട്ട് നമുക്ക് ഒടുക്കം വരെ നന്നായി പോകാം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ പുതിയ ന്യൂ ഇയർ ലൈഫിൽ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ. അതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഓരോരുത്തരുടെ ലൈഫും സാഹചര്യവും അനുസരിച്ച് നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ടാകാം. അതൊക്കെ ഓരോ അവരവരുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ എനിക്ക് വീഡിയോയിലൂടെ പങ്കുവയ്ക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊന്ന് നിങ്ങൾക്ക് കേട്ടിട്ട് ഇതെനിക്ക് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. വലിയ കുറേ തീരുമാനങ്ങളൊന്നുമില്ല, ചെറിയ 1, 2, 3 തീരുമാനങ്ങൾ. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അടുക്കും ചിട്ടയായിട്ടൊരു ലൈഫ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിന് നമ്മൾ നല്ല ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം. ഡെയിലി നമ്മൾ രാവിലെ ഉറക്കണിക്കുന്ന കാര്യത്തിലായിട്ടാലും ബ്രഷ് ചെയ്യുന്ന കാര്യത്തിൽ, ഞാൻ ഉറക്കണിച്ച് ജോലിയൊക്കെ ഇരുന്ന് ചെയ്തിട്ട് എപ്പോഴെങ്കിലാണ് കാപ്പി കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ബ്രഷ് ചെയ്യുന്നത്. ചിലപ്പോൾ മാത്രമേ എണീച്ച് ഉടനെ ബ്രഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്കൊരു വാലാകൊല അങ്ങ് പോകുമല്ലോ. അങ്ങനെ പോകാൻ നമ്മൾ രാവിലെ ഉറക്കെണീക്കണം, ഇത്ര മണിക്ക് ഉറക്കെണീക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത്ര സമയത്ത് നമ്മൾ ജോലികളെല്ലാം ഒതുക്കണം. അത് ഫോളോ ചെയ്യുന്നത് കുഞ്ഞുങ്ങളൊക്കെ, എനിക്കും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല, എങ്കിലും മാക്സിമം ശ്രമിക്കാം. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഡെയിലി ബൈബിൾ വായിക്കണം. ഡെയിലി ബൈബിൾ വായിക്കുന്നത് വെച്ചാൽ ഇടയ്ക്കൊക്കെ മടിയാണ് എനിക്ക്. എൻ്റെ ലൈഫിൽ ഞാൻ ഡെയിലി വിട്ടുപോകാതെ ബൈബിൾ കറക്റ്റ് വായിക്കണം എന്ന് ഞാൻ എടുത്ത തീരുമാനം. പിന്നെ ഹെയർ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്കിൻ കെയർ, ബോഡി കെയറൊക്കെ ചെയ്യണം. ഡെയിലി ചെയ്തില്ലെങ്കിലും വീക്കിലിയെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി നോക്കണം. പിന്നെ വെയ്റ്റ് ലോസ്, കുഞ്ഞുങ്ങളൊക്കെ ആയതിന് ശേഷം വെയിറ്റ് ഒത്തിരി എനിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഒന്ന് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ വർഷം ഒരു സമ്പാദ്യം വേണ്ടേ. അപ്പോൾ നമ്മളൊന്ന് സേവ് ചെയ്യുന്നതിന് ഒന്നുമില്ലെങ്കിൽ ഒരു കുടുക്കിയിലെങ്കിലും കിട്ടുന്ന പൈസ ഞാൻ ഇട്ടൊന്ന് സേവ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പകൽ ഉറക്കം മാറ്റി സമയം വേറെ എന്തിനെങ്കിലും വേണ്ടി ചിലവഴിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അതായത് ഈ പകലിന് ഇച്ചിരി ഉറക്കം, കാരണം രാത്രി കുഞ്ഞ് മോനുള്ളതുകൊണ്ട് എനിക്ക് ഉറക്കം നമുക്ക് നല്ലതുപോലെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം പകൽ സമയം കിട്ടുമ്പോൾ കുഞ്ഞുറക്കിയിട്ട് അവൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പകൽ ഉറക്കം ഒന്ന് കുറയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
അതുപോലെ ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാം, മുറ്റമോ പുരയിടോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പോസിറ്റീവായത് മാത്രം ചിന്തിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഞാനങ്ങ് വീണു പോകുന്ന വ്യക്തിയാണ്. എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് തന്നെ അത് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ ഫീൽ ചെയ്താലും അതിനെ മാറ്റി നമ്മുടെ ലൈഫിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം ചിന്തിച്ച് മുന്നോട്ട് നോക്കി പോകാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ വീട്ടിലുള്ള ഇലച്ചെടികളാണ്. ഇലച്ചെടികൾ മാത്രം കാണിച്ചിരിക്കുന്നത്. പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തൊന്നുമല്ല നട്ടിരിക്കുന്നത്. എൻ്റെ അമ്മാമ്മയാണ് ഈ ചെടിയെല്ലാം നട്ടിരിക്കുന്നത് കേട്ടോ. അമ്മാമ്മ അതുകൊണ്ടാണ് ഈ പ്രോപ്പറായിട്ടൊരു അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തത്. കാരണം പുള്ളിക്കാരി ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നത് കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് അങ്ങ് നടന്നു. പ്രത്യേകിച്ച് അറേഞ്ച്മെൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒത്തിരി ചെടികൾ കളക്ട് ചെയ്ത് അങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഓരോ ചെടികളാണ്. എല്ലാ ചെടികളും ഒരുപോലെ നമുക്ക് തോന്നുമെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ അത് വേറെ വേറെ ചെടികളാണ്. എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയത്തില്ല. ഇതൊക്കെ നാടൻ ചെടികളാണ്, നാടനായ ചെടികളാണ്. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് പേരൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇവിടുത്തെ ചെടികളാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നോ നമുക്കൊരിത് കാണുമല്ലോ, ഒരു ടെൻഷൻ കാണും, ഒരറിവില്ലായ്മ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കാണിക്കണമല്ലോ, വെറുതെ വോയിസ് മാത്രം കേട്ടോണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊടുത്തത്. ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ചെടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് ചിലപ്പം കാണുമ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും. ഇതിപ്പോൾ നാടൻ ചെടികളല്ലേ, എല്ലാവരുടെ വീട്ടിലും ഉള്ളതല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ എന്താ, ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസിലെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ, ന്യൂ ഇയറിലെ പുതിയ തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ പുതിയ വഴിത്തിരിവാകട്ടെ. എപ്പോഴും നമുക്കൊരു ചേഞ്ച് വേണ്ടേ? നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മയായിട്ട് ഈ നോർമൽ ലൈഫ് തന്നെ നമ്മളിങ്ങനെ അതുപോലെ ജീവിച്ച് പോകാതെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണം നമുക്ക്. ചെറിയ ചെറിയ ചേഞ്ചസാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിത്തിരിവാകുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ നേട്ടങ്ങൾ വേണം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് നമുക്ക് വേണം.